നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ഉണ്ട്. പല ആളുകൾക്കും അത് അറിയില്ല, അത് ഉപയോഗിക്കാറുമില്ല. പക്ഷേ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫീച്ചറുകളും ഒരൊറ്റ ക്ലിക്കിൽ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ ലഭിക്കും. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഈ സെറ്റിങ്സ് എനേബിൾ ചെയ്ത് വെക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു സെറ്റിങ്സാണ്. ഒരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട, നിങ്ങളുടെ ഫോണിൽ തന്നെ ഈ ഒരു സൗകര്യമുണ്ട്. ഏതാണ് സെറ്റിങ്സ് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ആക്സസിബിലിറ്റി എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. പൂർണ്ണമായി ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, കുറഞ്ഞ ഭാഗം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഒരുപാട് സെറ്റിങ്സ് വരും. ഇതിൽ നിങ്ങൾ ഇവിടെ കാണാം ആക്സസിബിലിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങൾക്ക് കാണാം ആക്സസിബിലിറ്റി മെനു എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഈ ഭാഗം ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും, അലോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ സ്ക്രീനിൽ ഒരു പോപ്പപ്പ് ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഇതുപോലെ ഒരു ബബിൾ വന്ന് കാണാൻ സാധിക്കും. നമ്മുടെ സ്ക്രീനിൽ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബബിൾ ഇവിടെ കാണാം. നമുക്കിവിടെ താഴെ കാണുന്ന ഭാഗത്ത് ആക്സസിബിലിറ്റി ബട്ടൺ എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലോട്ടിംഗ് ആയി കിടക്കുന്ന ഈ ഒരു ബബിൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഒഴിവാക്കി അതിന് പകരം നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ ഏറ്റവും അവസാനത്തിൽ വലത് ഭാഗത്തൊരു ഓപ്ഷനിലേക്ക് മാറ്റാൻ സാധിക്കും. അതിനുവേണ്ടി ഇവിടെ ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏത് ലൊക്കേഷനാണ് വേണ്ടതാണ്. നാവിഗേഷൻ ബാർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സ്ക്രീനിൽ കാണാം. ഇതുപോലെ നമ്മുടെ സ്ക്രീനിൻ്റെ വലതു ഭാഗത്തായിരിക്കും കാണാൻ സാധിക്കുക. ഇനി അത് വേണമെങ്കിൽ ഇതുപോലെ ഫ്ലോട്ടിംഗ് ബട്ടണായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. ഈ ബട്ടൺ നമുക്ക് സൈസ് വലുപ്പം കൂട്ടാനും ചെറുതാക്കാനൊക്കെ സാധിക്കും. രണ്ട് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ താഴെ കാണുന്ന ഭാഗത്ത് ട്രാൻസ്പെറൻസി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ബട്ടൺ നമുക്കിപ്പോൾ നല്ലൊരു ഗ്രീൻ കളറിലാണ് കാണുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കളർ ഒന്ന് കുറച്ച് കൊടുക്കാൻ സാധിക്കും. ഇതുപോലെ ഒന്ന് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് മങ്ങിയ കളറിൽ ആ ഗ്രീൻ ബട്ടൺ കാണാൻ സാധിക്കും. അത് വേണമെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഭാഗം എനേബിൾ ചെയ്യുക. ഇനി എനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഫീച്ചർ ഉപയോഗിക്കാൻ ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ തൽക്കാലം മൊബൈൽ ഫോണിൻ്റെ അവസാന ഭാഗത്ത് ഒരു ബട്ടണായിട്ടാണ് വെച്ചിരിക്കുന്നത്, കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഫീച്ചറുകളുണ്ട് കാണാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ ഫോൺ പവർ ഓഫ് ചെയ്യാൻ, സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ ഉണ്ട്. നമ്മുടെ ഈ പവർ സ്വിച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്കത് കംപ്ലൈൻറ്റ് വരുത്തേണ്ട ആവശ്യമില്ല. വോളിയം അപ്പും വോളിയം ഡൗണും ഉണ്ട്. നമ്മുടെ വോളിയം കൂട്ടാനും കുറക്കാനും ഉള്ള സെറ്റിങ്സ് ഇവിടെ ഉണ്ട്. നമുക്ക് നമ്മുടെ കീ ബട്ടൺ ഉപയോഗിച്ച് മൊബൈൽ ഫോണിൻ്റെ ബട്ടൺ കംപ്ലൈൻ്റ് ഉള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാൻ കുറക്കാൻ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇടത് ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കാണാനുള്ള ഓപ്ഷന്, സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷനും മാത്രമല്ല നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് കാണാനുള്ള ഓപ്ഷനുണ്ട്. ഇത് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാനില്ല. ആവശ്യം വരുമ്പോൾ ഇവ താഴെ കാണുന്ന ഭാഗത്ത് ഈ ഒരു മനുഷ്യരൂപം കാണും, ഒന്ന് ക്ലിക്ക് കൊടുത്താൽ മതി. നമുക്ക് ആ ഫീച്ചറുകളൊക്കെ ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഈ സെറ്റിങ്സ് അറിഞ്ഞു വെക്കണം, എനേബിൾ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.